ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് കുഴപ്പമില്ലാതെ ഇരിക്കുന്നു കേട്ടോ. ഞാൻ ഇന്നലത്തെ വീഡിയോ ഇട്ടതിൽ എൻ്റെ ദൈവമേ, എന്നെ ഇത്രയും സ്നേഹിക്കുന്നവരുണ്ടല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് എൻ്റെ പകുതി അസുഖങ്ങളും പോയി. കാരണം എവിടെ നിന്നെല്ലാം ഉള്ള ആൾക്കാരാണ് എനിക്ക് ഓരോ മെസ്സേജ് ഇട്ട് എനിക്ക് ആശ്വാസം തന്നത്. അതിനായിട്ട് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. നമ്മൾ പറയത്തില്ല, എന്തോ അടുത്തിരിക്കുന്ന ബന്ധുക്കാരനേക്കായി ദൂരെ ഇരിക്കുന്ന, എനിക്കറിയത്തില്ല, ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ. അതുപോലെ പലപ്പോഴും നമുക്കുള്ളവരൊന്നും നമ്മുടെ കൂടെ കാണത്തില്ല. പക്ഷേ ഈ യൂട്യൂബ് മുഖേന എനിക്ക് എവിടെ നിന്നെല്ലാം ഉള്ള ആൾക്കാർ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കമൻസിലും പലരും റെമഡി പറഞ്ഞു തരുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചാൽ നമ്മുടെ ഹിന്ദിപ്പാട് എച്ച് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ, ബ്ലഡ് കൗണ്ട്, അതാ. അപ്പം പലരും പറഞ്ഞ് ഗ്യാസിന് ഇങ്ങനെ കുക്കുംബർ ജ്യൂസ് കുടിക്കണം, മഞ്ഞളിട്ട് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഗീതേച്ചി ആണെങ്കിൽ ദൈവമേ, ഒരു എസ്സേ പോലെ ഗീതേച്ചി എഴുതിയത്. ഗീതേച്ചി ആണെങ്കിലും പല ട്രബിളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഗീതേച്ചിയോട് എൻ്റെ കുഞ്ഞ്, ഇതൊക്കെയാണോ ഒരു വലിയ കാര്യം? ഗീതേച്ചി ഇന്നലെയും ആ കമൻ്റ് ഇട്ട സമയത്തും ഒന്ന് വീണ് വോക്കറിൽ കൂടെ നടക്കുക. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലിരിക്കുന്നവരൊക്കെ നമ്മളെ സമാധാനിപ്പിക്കുക, നമുക്കൊരു താങ്ങ് തരുക എന്ന് പറയുന്നത്, അത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് നമുക്ക്. എവിടേക്കോ ആരൊക്കെയോ നമുക്കുണ്ടെന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരും. കുറേ പേര് വാട്സപ്പിലും അഖിലും ചോദിച്ചു, ചേച്ചി എന്താ ഇന്ന് വീഡിയോ ഇടാഞ്ഞേ? ഒന്നാമത് ചേച്ചി സൺഡേ വീഡിയോ ഇടത്തില്ല, പിന്നെ ഇന്ന് മൺഡേയും കൂടെ ഇട്ടില്ല. ഞാൻ അന്നേരം പറഞ്ഞത് മൺഡേ ഇടാഞ്ഞത് അപ്പച്ചൻ്റെ ഫ്യൂണറൽ ആയതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇതും ഒരു കാരണമായിരുന്നു. എൻ്റെ കണ്ണിൻ്റെ അവിടെയൊക്കെ കണ്ടോ, ഉറക്കം ശരിയാവുന്നില്ല. ഈ മെഡിസിനൊക്കെ കഴിച്ച് എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അപ്പോൾ പലർക്കും ഞാൻ പറഞ്ഞതങ്ങ് ഒത്തിരി ഫീലായിപ്പോയി, ഒത്തിരി പേർക്ക് വിഷമമായിപ്പോയി. എന്തോ ഞാൻ ആ സമയത്തങ്ങ് അതുപോലൊക്കെ എനിക്കും അങ്ങ് വിഷമമായി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അതേ കമൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഓഫാക്കിയില്ല നെറ്റ്, അതാ. ജൂലിയയ്ക്കാണെങ്കിലും ജൂലിയ പറഞ്ഞ, ചേച്ചി സെയിം പ്രോബ്ലം എനിക്കും. ഞാൻ അവൾ കഴിഞ്ഞ ആഴ്ച വയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ട്രബിളായിരുന്നു. പിന്നെ അവളും പറയുന്നത് വണ്ണം ഉള്ളതുകൊണ്ടൊക്കെ എന്തോ ചെയ്യാനാണ്, നമുക്ക് കഴിച്ചിട്ടുള്ള വണ്ണമല്ല, തൈറോയ്ഡുണ്ട്, അതിൻ്റെയൊക്കെ ഇതായ വണ്ണമാണ്. പിന്നെ ഇപ്പം ഞാൻ ഇച്ചിരി വയ്യെങ്കിലും നടന്നിട്ട് വന്നു. വൈകുന്നേരം ആകുമ്പോഴേ എനിക്ക് കുഴപ്പം, ഈ വയറിങ്ങനെ വീർക്കുന്നതേ. അപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് നടന്നിട്ട് വന്നതാണ്. ഒരു ഇച്ചിരി എന്തെങ്കിലും കഴിച്ചാൽ ഉടനെ നമുക്ക് പ്രോബ്ലം. അപ്പം ഞാൻ റീച്ചാനടുത്ത് പറഞ്ഞ, അല്ലാതെ നമ്മൾ പാൻഡോപ്രസോൾ എന്ന് പറയുന്ന ഒരു മെഡിസിൻ കഴിക്കുന്നുണ്ട് ഗ്യാസിന്. ഇപ്പോൾ റീച്ചാൻ്റെ ഒരു കൂട്ടുകാരൻ ഹോമിയോ ഡോക്ടറും ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു, ഹോമിയോ മരുന്ന് ഗ്യാസിനുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ പറയാം. കുറേ പേര് പറഞ്ഞ് ഹോമിയോ ട്രൈ ചെയ്യുന്നേ. ഞാൻ ആരുടെയും കമൻറ്റിന് റിപ്ലൈ കൊടുത്തില്ല. ഞാനും ചിന്തിച്ചു, ഇത്രയും അങ്ങ് ഇമോഷണൽ ആവണ്ടായിരുന്നു. പക്ഷെ ആ സിറ്റുവേഷൻ നമ്മളെ അങ്ങ് പതറിപ്പിച്ച് കളഞ്ഞു. എന്തോ ചെയ്യാനാ. അപ്പോൾ ഇതൊക്കെയായിരുന്നു. നമ്മൾ എല്ലാം ദൈവം കാണുന്നു, ദൈവം ഒന്നറിയാതെ ഒന്നും സംഭവിക്കത്തില്ലെന്നൊക്കെ പറയുന്നു. പക്ഷേ എന്നാലും ആ അവസ്ഥ വരുമ്പോൾ നമുക്കങ്ങ് വിഷമമായിപ്പോകും. ഇപ്പം ഞാൻ താഴെ പോയണ ഒരു മലയാളി ചേച്ചിയെ കണ്ടോണ്ട് ചേച്ചി പറയാം, എൻ്റെ ചേച്ചിക്ക് ഒട്ടും വണ്ണമില്ല. വിജി, എനിക്കും ഇതേ അവസ്ഥയാണ്. വിജി, എന്തോ ചെയ്യാനാ? എനിക്കും ചേച്ചിക്കും ഇച്ചിരി ബ്രോങ്കൈറ്റിസിൻ്റെ പ്രോബ്ലം പോലെ ഉണ്ട്. ഇച്ചിരി എന്തോ നടക്കുമ്പോഴെങ്ങാനും ചേച്ചിക്കും ഇതുപോലെ വെപ്രാളം പോലൊക്കെ വരുമെന്ന്. എന്നാൽ എൻ്റെ കൂട്ട് വണ്ണം പോലും ഇല്ല. അപ്പോൾ കുറേ നേരം അതാ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ്, എന്തോ ചെയ്യാനാ വിജി, നമ്മൾക്ക് ഞാനിപ്പം വിജയെ സമാധാനിപ്പിക്കുന്നു. പക്ഷേ നമുക്കൊരവസ്ഥ വരുമ്പോൾ നമ്മളങ്ങ് പതറിപ്പോവും, എന്തോ ചെയ്യാനാ ഒക്കെ എന്നോട് പറയുമായിരുന്നു. അപ്പോൾ എന്നോട് ഒരു കമൻറ്റ് വന്നു, അത് സത്യമാട്ടോ.
ഞാൻ എപ്പോഴും പറയും ഇവിടെ ജെയിംസ് കമ്പാർട്ട്മെൻ്റ് ട്രെയിനിലെ കാര്യം, ഞാനൊരു പെണ്ണേ ഉള്ളൂ ഇവിടെ. അപ്പം നമുക്കൊരു സംസാരിക്കാൻ നമ്മളിപ്പം നമ്മുടെ ഭർത്താവിൻ്റെ അടുത്ത് നമുക്ക് തുറന്നു പറയാം. എന്നാലും ഒരു ലേഡീസിനോട് നമ്മൾ ഇടപെടുന്നത് പോലെ എനിക്കിപ്പോൾ എൻ്റെ മോനോടൊന്നും പറയാൻ പറ്റത്തില്ലല്ലേ. അപ്പോൾ എന്നോട് പറയാ ബിജി തന്നെ ഒരു പെണ്ണല്ല ഉള്ളു, അപ്പം നമ്മുടെ ഫീലിങ്സ് അവർക്ക് ആണുങ്ങൾക്ക് മനസ്സിലാകത്തില്ല ബിജി, താഴെ പെണ്ണുങ്ങളൊക്കെ കൂടെ പോയി ഇരിക്കുന്നുണ്ട്, കുറേ നേരമൊക്കെ എന്നും അങ്ങ് പോകത്തില്ല, ചില ദിവസം പോകാൻ പറ്റത്തില്ല, ജോലിയുടെ കാര്യം അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ രാത്രി എന്താ പറയും വന്നിട്ട് പോകാം, വന്നിട്ട് പിന്നെ രാത്രി ഫാമിലി പ്രെയറായി അങ്ങനെ ഇതായി, പിന്നെ അങ്ങ് സന്ധ്യയാവും. അതാ നമ്മൾക്ക് വേണ്ടി സമയം എടുക്കുന്നില്ല. നമുക്ക് വേണ്ടി സമയം കുറച്ച് മാറ്റി വെച്ചാൽ ഈ കുഴപ്പമൊന്നും വരത്തില്ല. അപ്പോൾ ഡെയിലി ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചാൽ കല്ല് പോകുന്നു അങ്ങനെ കണ്ട. പക്ഷേ ഞാൻ ഈ എൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടേ എത്ര പേരെ ഓരോരുത്തർ അതിൻ്റെ റെമഡികളാണെങ്കിലും കാരണങ്ങളാണെങ്കിലും പറഞ്ഞത് അത് മറ്റുള്ളവർക്കും പ്രയോജനമാവും കേട്ടോ. ഹീമോഗ്ലോബിൻ്റെ കാര്യമാണെങ്കിലും കല്ലിൻ്റെ കാര്യമാണെങ്കിലും. അപ്പോൾ ഒരു കമൻറ്റോട് ചേച്ചി നാന്നോ എന്തോ ഞാൻ ഓർക്കുന്നില്ല, ബിജി നാന്നോ സ്റ്റോൺ ഉണ്ടെങ്കിൽ വയറ് പെരുവോന്ന്. സ്റ്റോൺ ഉണ്ടെങ്കിൽ വയറ് പെരുകത്തില്ല, എനിക്ക് ഗ്യാസ് ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞിരിക്കുക, അതുകൊണ്ടാണ് ഈ കുഴപ്പം. അല്ലാതെ ലിവർ സ്വെല്ലിങ് ആണെങ്കിലും അത് പക്ഷേ അങ്ങനെ കുഴപ്പമില്ല, എല്ലാവർക്കും ഉണ്ടെന്നാണ് ആ പുള്ളി പറഞ്ഞത്, അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഗ്യാസ് മനുഷ്യന് വന്നാൽ മനുഷ്യനെ കൊല്ലും എന്നുള്ളത്. ഇങ്ങനോട്ടൊന്ന് പുറത്തോട്ടെങ്ങാണോ ഒന്നിങ്ങനെ അമ്മയ്ക്ക് അവിടെ വായു ഇങ്ങനെ അങ്ങ് വരും. എന്താ പിന്നെ ഇതൊക്കെയാ നമ്മുടെ വിശേഷങ്ങൾ. ഇത് ഇന്നത്തെ ഈ ഇടുന്ന വീഡിയോ എനിക്ക് വയ്യാതാവുന്നതിന് മുമ്പിട്ടൊക്കെ മീൻസ് ബ്ലഡ് ടെസ്റ്റൊക്കെ എടുക്കുന്ന ആ ദിവസവും ഉള്ള ഒരു കുഞ്ഞൊരു വീഡിയോ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്കിവിടെയൊക്കെ വീട്ടിൽ വന്ന് ബ്ലഡ് ടെസ്റ്റ് എടുക്കും, ആ ഒരു ഗുണം. എക്സ്ട്രാ പൈസ അതിനെടുക്കും, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. നന്ദി പറഞ്ഞാലൊന്നും അത് വെറുതെ ഒരു വാക്കായി പോവും. എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ഞാൻ നിങ്ങളെ ഓർക്കും, എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഞാനും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ രാവിലെ 9 മണിക്ക് ബ്ലഡ് എടുക്കാൻ വരുമെന്ന് പറഞ്ഞത്. അങ്ങനെ രാവിലെ വന്ന് ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോയി. അത് പിന്നെ ഫാസ്റ്റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ലിവറിൻ്റെ നോക്കാനുണ്ടായിരുന്നു, കിഡ്നിയുടെ നോക്കാനുണ്ടായിരുന്നു, അങ്ങനെ പല പല ടെസ്റ്റുകളുണ്ടായിരുന്നു. നല്ല വലിയ കോസ്റ്റ്ലി ഉള്ള ടെസ്റ്റുകളായിരുന്നു. അതെല്ലാം രാവിലെ എടുത്തുകൊണ്ട് പോയി. പിന്നെ ഉച്ചയ്ക്ക് പിന്നെ ആഹാരം കഴിച്ച് കഴിഞ്ഞ് ഷുഗറിൻ്റെ നോക്കാൻ, ഉച്ചയ്ക്ക് നല്ല നമ്മൾ ആഹാരം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് അതും നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ എല്ലാം എടുത്തുകൊണ്ട് പോയി, യൂറിനും എല്ലാം അവർ തന്നെ അവിടെ നിന്ന് ലാബിൽ നിന്ന് ബോട്ടിൽ തന്നെ അങ്ങനെ യൂറിൻ്റെയൊക്കെ നോക്കാനായിട്ടെല്ലാം നോക്കി എടുത്തു പോയി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അതിനുശേഷം മീനുണ്ടായിരുന്നു, മീനെടുത്തങ്ങ് കറി വെക്കാമെന്ന് വെച്ച്. അപ്പോൾ എനിക്കാണെങ്കിൽ വെയിനാണെങ്കിലും ഞാൻ ഒരു കയ്യെ കാണിക്കത്തുള്ളൂ, അതിൻ്റെ അകത്താ വെയിനുള്ളത്. പക്ഷേ ഈ വന്ന പയ്യൻ നല്ല മിടുക്കനായിരുന്നു. ഉച്ചയ്ക്ക് വന്നിട്ട് ഞാൻ മറ്റേ വെയിൻ തന്നെ കാണിച്ചോണ്ടേ പറഞ്ഞ് മറ്റേ കൈ കാണിക്കാൻ. എനിക്കാണെങ്കിൽ അത് കിട്ടുമെന്ന് തന്നെ പേടിയായിരുന്നു. പക്ഷേ ഒറ്റ കുത്തിന് തന്നെ നമ്മൾ ഈ ബ്ലഡൊക്കെ എടുക്കുന്ന ഉടനെ ഒറ്റ കുത്തിന് തന്നെ കിട്ടിയില്ലെങ്കിൽ ആ സൂചി അവിടെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് അനക്കി ബ്ലഡ് വരത്തക്ക വിധത്തിൽ ചെയ്യുമ്പോൾ ദൈവമേ എന്തോ വേദനയാണെന്നറിയാമോ. പക്ഷേ ഈ പയ്യൻ വന്നിട്ട് ഒറ്റ കുത്തിന് തന്നെ റെഡിയായെന്നുള്ളതാണ്. നമുക്ക് പിന്നെ ഇവിടെയൊക്കെ ഈ വെളിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ലാബിൽ നമ്മൾ എക്സ്ട്രാ പൈസ ഇച്ചിരി കൊടുത്താൽ മതി, വീട്ടിൽ വന്നെടുക്കും. പിന്നെ നമുക്കെന്താ അങ്ങോട്ട് പോയിക്കൂടെയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, പോകാം. പക്ഷേ അവിടെ ചെന്നിരുന്നാൽ പിന്നെ ടോക്കണുണ്ട്. ഈ ലാബിലൊക്കെ ആണെങ്കിൽ രാവിലെ നല്ല റഷുമായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ, വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോകുമല്ലേ. അപ്പോൾ ഞാൻ ഇപ്പം ഒരു ചൂരമീൻ ഇരിപ്പുണ്ടായിരുന്നു, റേച്ചാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ട് വന്നേ, അതൊന്ന് വെട്ടിക്കറി വയ്ക്കാമെന്ന് വെച്ച്. പിന്നെ ഇൻട്രോയിൽ ഇത് പറയാൻ മറന്നുപോയി. കുറേ പേര് പറഞ്ഞ് ചേച്ചി ഒരു യാത്ര പോവും,
പിന്നെ നാട്ടിൽ പോവും. പക്ഷേ നാട്ടിൽ നമ്മൾ പോകണമെന്ന് പറഞ്ഞിരുന്നതല്ലേ. അപ്പോഴല്ലേ ഈ പോൾമോൻ്റെ ക്ലാസ് പെട്ടെന്ന് 12th തുടങ്ങുമെന്ന് പറഞ്ഞായിരുന്നു ആദ്യം മെസ്സേജ് വന്നത്. പിന്നീടല്ലേ അവർ പറഞ്ഞത് ഇപ്പോഴേ ഇല്ലെന്ന്. പക്ഷെ അവന് ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ട്യൂഷന് പോകുന്നു. നമുക്ക് ഇനിയിപ്പോൾ ടിക്കറ്റും കിട്ടത്തില്ലല്ലോ. പിന്നെ നാട്ടിലൊക്കെ പോകണമെങ്കിൽ ഒരു 3 മാസത്തിന് മുമ്പിട്ടേലും ട്രെയിന് പോകുകയാണെങ്കിലും 3 മാസം മുമ്പിട്ട് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിന് പോകുകയാണെങ്കിലും നേരത്തെ ടിക്കറ്റ് എടുത്താൽ ഇത്തിരി റേറ്റ് കുറവായിരിക്കും. നമ്മൾ അർജൻറ്റ് നമ്മൾ പെട്ടെന്ന് എമർജൻസിയിൽ എടുക്കുകയാണെങ്കിൽ റേറ്റൊക്കെ കൂടും. നമ്മളിപ്പം 3 പേര് പോകുന്നതിലും 4 പേര് പോകുന്നതിലും അതിൻ്റേതായ അനുസരിച്ച് റേറ്റാണെന്നല്ലേ. അതുകൊണ്ട് പിന്നെ നാട്ടിൽ പോക്കങ്ങ് ക്യാൻസൽ ചെയ്ത്. അതുമില്ല, ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചൻ്റെ കാര്യം. അത് എൻ്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പച്ചൻ ഇത് നോക്കിയിരുന്ന് വിജിയുടെ ഹെൽത്ത് കളയല് എന്തോ ചെയ്യാനെല്ലാം ദൈവം സമയം പോലെല്ലാം നടത്തട്ടെ. അപ്പോൾ മീനൊക്കെ വെട്ടി വെച്ചിട്ട് ഞാൻ ആ ഐസോടുകൂടി അങ്ങ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അങ്ങ് വെട്ടി വെച്ചത്. അപ്പം നമുക്ക് കുഴപ്പമില്ല. ഇച്ചിരി ഐസോടുകൂടി മീൻ വെട്ടുന്ന ഉടനെ ഈ ചൂരൊക്കെ ആകുമ്പോൾ നമുക്ക് സ്കിൻ ഇളക്കേണ്ടതാകുമ്പം ഐസോടുകൂടി ആകുമ്പം അത് സ്കിന്നൊന്നും പോകത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മീനങ്ങ് നേരത്തെ വെട്ടി വെച്ചിട്ട് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് വെക്കുന്ന ക്യാനൊക്കെ കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിക്കാനൊക്കെ കുടിക്കാനൊക്കെ വെള്ളം വെച്ച് പിന്നെ മീൻകറി വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് മീൻകറിയും അങ്ങനെ എന്തെങ്കിലും ഇച്ചിരി കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ച്. പക്ഷേ രാവിലെ ബ്ലഡ് ടെസ്റ്റ് എടുത്തുകൊണ്ട് പോയില്ല. എന്നാലും നമുക്ക് മനസ്സിൽ ഗുടുഗുട് അടിക്കുമായിരുന്നു. ഇനിയും കഴിച്ച് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് കൊച്ചൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇന്ന് പോൾമോൻ ഇവിടെ നിന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, എടാ പോൾമോനെ കണ്ടോ മമ്മിക്ക് എത്ര പേരെ മമ്മിയെ സ്നേഹിക്കാൻ ആൾക്കാർ കണ്ടോയെന്ന് ചോദിച്ചു. മമ്മിയുടെ അവന് മലയാളത്തിലൊക്കെ ഉള്ളത് കമൻറ്റ് വായിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ പ്രീസമോൻ പറഞ്ഞു, അവൻ വന്നിരുന്ന് ചിലപ്പോൾ കമൻ്റൊക്കെ ഇരുന്ന് വായിക്കും. ഞാൻ ചിലരുടെ കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ അവനും എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുവാണെങ്കിൽ അവനും വന്ന് വായിക്കും. ഞാൻ പറഞ്ഞു, നോക്കടാ മമ്മിയെ സ്നേഹിക്കാനൊക്കെ എവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരാണെന്നറിയാമോ. ഇനിയിപ്പോൾ റീച്ചാൻ വരുമ്പോൾ റീച്ചാരോട് ഞാനിത് തന്നെ പറയും. ഞാൻ പറഞ്ഞില്ല, ഇത് നേരത്തെയുള്ള വീഡിയോയാണ്. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊന്നും എടുത്തില്ല. കാരണം പ്രീസമോൻ്റെ പരീക്ഷാ സമയത്തുള്ള ഒരു ദിവസത്തെ വീഡിയോ ആയത്. ബ്ലഡ് ടെസ്റ്റ് എടുത്ത് ഞാൻ പറഞ്ഞു, ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ ഡോക്ടറെ കാണാനൊന്നും പറ്റിയില്ലെന്ന്. അപ്പോൾ അവിടെ പ്രീസമോനെ പഠിപ്പിക്കുന്ന ബഹളമാണ് ഇനിയിപ്പം. उसके बाद में नीचे ऊपर खे तो इधर भी एट ए इज नॉट भाई ए ना तो ए के ऊपर ए आएगा ना तो ए हो ही नहीं सकता, इसलिए आई हो सकता. अभी समझ क्या है? 12 कितने वो 12 घड़ी है. हाँ कितना है? 12 घड़ी. उसके अंदर आते वो ए आई पता है ना, आई वही है. इधर डबल नहीं है एक है. हाँ तो ये यार ये आई आ गया ना उधर ही. 12 घड़ी बोल. ए आई. हाँ ये आई. ये नहीं है वो. अरे आई में डबल आता है. ये मराठी बुक निकाल. मराठी बुक निकाल. अरे वो का में आएगा. सुन का के आई इधर कई में डबल आता है. उसमें ए आई में एक ही आता है. नहीं मेरे को तो नहीं सिखाया था. ये व्हाट इज द डिफरेंस बिटवीन ख ख ग ग न च च ज ज न क क ग न और ये 12 कड़ी है ना ऊपर वाला. क्या है ऊपर वाला? ई तो हम वहां तक क्या है. अरे ये मत निकाल दो इसका. हाँ मेरे को क्या हिंदी मराठी मेरे को थोड़ी है. ये कहाँ जा रहा प्रिसन? अरे तेरा बुक किधर है? टेक्स्ट बुक निकाल बोला मैं. उधर किधर गया? ये तू पढ़ाई कर भाई. तेरा मेरा 8 था. मराठी का टेक्स्ट बुक निकाल. पढ़ने के लिए अभी टाइम नहीं है. का टाइम आ गया. അവിടുത്തെ ബഹളം കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നതാ. പോൾമോൻ വെല്ലിയാരത്തി പ്രൈസന് ചോദിക്കാൻ പോയ. അപ്പം മറാഠി എന്തോ ഒരക്ഷരം പോൾ പറഞ്ഞത് തെറ്റാ. അതിനാ അവിടെ 3 പേരൂടെ തർക്കമായിരുന്നു. അങ്ങനല്ല ഇങ്ങനെ, അങ്ങനല്ല ഇങ്ങനെ.
അവിടെ ബഹളത്തിന്മേ ഇന്ന് അവൻ എക്സാം ലാസ്റ്റ് ദിവസമുള്ള ദിവസമായിരുന്നു. അതാണ് ഡാഡി ലാസ്റ്റ് പറഞ്ഞാൽ ഇനിയിപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല, അവന് പോകാൻ സമയം ആയെന്ന്. അവന് 11:30 ആകുമ്പം ബസ് വരുമല്ലോ, അപ്പം ഇപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ബഹളമായിരുന്നു അവിടെ. പോൾമോനെ 2 പേരും ഇവിടെ ഇട്ട് വാണം കിട്ടും. പോൾമോൻ പറഞ്ഞാൽ എനിക്കങ്ങനെ റീജൻ പറഞ്ഞ് ഈ വീഡിയോ ഇടല്ലേന്ന് പറഞ്ഞ് പോളിൻ്റെ ഇജ്ജത്ത് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പോൾ പറഞ്ഞു അതിനെന്തുവാ, എനിക്ക് ഹിന്ദി മറാഠിയൊന്നും അത്ര അറിയത്തില്ല, എനിക്ക് കുഴപ്പമില്ലെന്ന്. അപ്പോൾ ഇവിടെ നമ്മുടെ ഞാൻ മീനെല്ലാം പറക്കിയിട്ട് കൊടുത്ത് നമ്മുടെ മീൻകറിയൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഉരുളൻകിഴങ്ങുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് മെഴുക്ക് പുരട്ടാന്ന് വെച്ച്. നേരത്തെ പ്രൈസമ്മോന് ടൊമാറ്റോ ചട്നി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ടൊമാറ്റോ ചട്നി വേണ്ട, അവന് ഓന്തിൻ്റെ നിറം പോലെ അവന് ചില സമയത്ത്. അപ്പോൾ ഉരുളൻകിഴങ്ങും അത്ര താല്പര്യമില്ല ഇപ്പം. അവൻ പറയുന്നത് എനിക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി മതിയെന്നാണ്. അപ്പം ഞാൻ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് വെച്ചിട്ട് നമ്മുടെ ഫ്ലവർ വേസൊക്കെ ഒന്ന് കഴുകണമായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി. എനിക്കേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ഷോക്ക്, ഇവിടെ ഇവർക്കൊന്നും അതിൻ്റെ ഷോക്കൊന്നുമില്ല. മണിപ്ലാന്റും ഇതൊക്കെ അതൊന്ന് കഴുകിയാൻ വെച്ച്. പിന്നെ ഉരുളൻകിഴങ്ങ് വെന്തിട്ട് ഇച്ചിരി മുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് അവിടെ നിന്ന് മൂത്ത് കിടക്കട്ടെ. അപ്പോൾ ഉരുളൻകിഴങ്ങൊക്കെ ഞാൻ എന്നിട്ട് ഒരു ഇച്ചിരി നേരം ഇനി ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് ഒത്തിരി ഒന്നും എണ്ണ ഒഴിച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് ഒഴിച്ചിട്ടുണ്ട്, അതൊന്ന് മൊരിഞ്ഞാൽ മതി. അപ്പം ഞാൻ ഷോർട്ടിനായിട്ട് എടുത്ത വീഡിയോ ഇത്. മോരുകറി ഉണ്ടായിരുന്നു. അപ്പോൾ മോരുകറി നമ്മുടെ പോൾമോൻ്റെ ഫേവറേറ്റ് അല്ലേ, എന്തോ ഉണ്ടായാലും അവന് മോരുകറി വേണം. പിന്നെ മീൻ കറി, പിന്നെ കാബേജ് തോരൻ വെച്ചത് ഇന്നലെ ഇത്തിരി കൂടുതലായിരുന്നല്ലോ വെച്ചത്, അപ്പോൾ അത് കാബേജ് തോരൻ ഉണ്ടായിരുന്നു. പിന്നെ ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി. അപ്പം ഞാൻ ഇച്ചിരി മീൻചാറ് മാത്രമേ എടുത്തുള്ളൂ, എനിക്കൊന്നും അങ്ങനെ കഴിക്കണമെന്നുമില്ലായിരുന്നു. ഇപ്പം ഞാൻ കഴിച്ചില്ല, ഞാൻ പറഞ്ഞത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഉച്ചക്കത്തെ എല്ലാം എൻ്റെ റെഡിയായി. അപ്പോഴത്തേക്കിന് കുറച്ച് കഴിഞ്ഞ് ബ്ലഡ് എടുക്കാനായിട്ട് കൊച്ചൻ വന്ന് പിന്നെ ബ്ലഡൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ഇടണേ. അപ്പം ഇനി ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.